അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ PK. പ്രിയരെ, ഇന്ന് ജൂൺ 19. മലയാളിയെ വായനയിലൂടെ വളരാനും ചിന്തയിലൂടെ വിവേചന ശക്തി ആർജിക്കാനും ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചവരുടെ ഓർമ്മദിനം. വായനയെ മാനവ സംസ്കൃതിയുടെ നാരായ വേരായി മാറ്റാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ദിനത്തെ നാം അന്തർദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ അക്ഷരങ്ങളെ ആയുധമാക്കാൻ പഠിപ്പിച്ച എല്ലാ ഗുരുവരന്മാരെയും സ്മരിച്ച് നമ്മൾ അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ 6ാമത് ഊഴത്തിന് തുടക്കം കുറിക്കുകയാണ്. വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് കേരളത്തിൻ്റെ മുഖ്യധാര എഴുത്തുകാർക്കൊപ്പം വാക്കുകളുടെ മൂർച്ചയും സൃഷ്ടികളുടെ മികവും കൊണ്ട് ഇടം നേടിയ വയനാടൻ എഴുത്തുകാരിയായ ഷീല ടോമി 19 ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അക്ഷരയാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നിരവധി പുരസ്കാരങ്ങളെ തൻ്റെ കൃതികളിലൂടെ ചുരം കയറ്റിയ പ്രിയ എഴുത്തുകാരിയിലൂടെ നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മറ്റൊരു ജൂൺ 19 കൂടി കടന്നു വന്നിരിക്കുകയാണ്. വായനയുടെ സൗന്ദര്യത്തിലേക്കും സന്തോഷത്തിലേക്കുമെല്ലാം വീണ്ടും നമ്മളെ ക്ഷണിച്ചുകൊണ്ട് മറ്റൊരു വായനാ പക്ഷാചരണം ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാ വായനാ കുതുകികൾക്കും അക്ഷരസ്നേഹികൾക്കും ഹൃദയപൂർവ്വം എൻ്റെ ആശംസകൾ നേരുന്നു. ഒരു വായനാ പക്ഷാചരണത്തിൽ മാത്രമല്ല, വർഷത്തിലുടനീളം എല്ലാ ദിവസവും നീളുന്ന വായനയിലൂടെ നമ്മൾ കൂടുതൽ അറിവും വിജ്ഞാനവും നന്മയും ആർജിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ പുതിയ പുതിയ ലോകങ്ങളിലൂടെ സഞ്ചരിക്കട്ടെ. പുതിയ പുതിയ ആളുകളെ, മനുഷ്യരെ, അവരുടെ വിഹ്വലതകളെ, സന്തോഷങ്ങളെ, സ്വപ്നങ്ങളെയൊക്കെ കണ്ടുമുട്ടട്ടെ. വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ റേഡിയോ മാറ്റുലി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ 6ാം വർഷത്തിലും അക്ഷരങ്ങളിൽ എൻ്റെ നാട് നിങ്ങളിലേക്ക് എത്തുകയാണ്. അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന പരിപാടിയിലൂടെ ഷാജൻ ജോസ് സാർ നമുക്ക് പുതിയ പുതിയ എഴുത്തുകാരെയും പുതിയ പുതിയ സാഹിത്യ സൃഷ്ടികളെയും നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് പേർ അവരുടെ ഇഷ്ട പുസ്തകങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഞാനും ഈ അക്ഷരങ്ങളിൽ എൻ്റെ നാട് കേൾക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരുപാട് ക്ലാസിക് രചനകളും പുതിയ പുസ്തകങ്ങളും എല്ലാം അക്ഷരങ്ങളിൽ എൻ്റെ നാട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. റേഡിയോ മാറ്റുലിയുടെ ലൈബ്രറി കൗൺസിലിൻ്റെ അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഒരുപാട് യുദ്ധവാർത്തകളാണ് ഈ അടുത്ത കാലത്തെല്ലാം നമ്മളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി പലസ്തീനിൽ, ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിനിഷ്ഠുരമായ യുദ്ധം. ഇതായിപ്പോൾ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ പല ഭാഗങ്ങളും ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ്. നമ്മുടെ ഭാരതവും ഈയിടെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നുപോയി. യുദ്ധമെന്തെന്നറിയാത്ത ഈ തെക്കേ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിലിരുന്ന് ഈയിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനി പെൺകുട്ടി പർണിയ അബ്ബാസി എഴുതിയ കവിതയിലെ ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ട് വായനാ പക്ഷാചരണത്തിൻ്റെ അക്ഷരങ്ങളിൽ എൻ്റെ നാട് എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. എവിടെയോ നീയും ഞാനും അവസാനിക്കും. ലോകത്തെ ഏറ്റവും മനോഹരമായ കവിത നിശബ്ദമാകും. ഞാൻ ഒടുങ്ങും, കത്തിജ്വലിക്കും. നേർത്ത പുക പോലെ നിന്റെ ആകാശത്തെ കെട്ടുപോയ നക്ഷത്രമാകും. I wept for both, for you and for me. You blow at the stars my tears. In your world, the freedom of light. In mine, the chase of shadows. You and I will come to an end somewhere. The most beautiful poem in the world falls quiet. You begin somewhere to cry the murmur of life. But I will end. I burn.
I will be that extinguished star in your sky like smoke. Written by പർണിയ അബ്ബാസി. ആ പ്രിയപ്പെട്ട ഇറാനി പെൺകുട്ടിയുടെ കവിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ, യുദ്ധത്തിൽ പൊലിഞ്ഞു പോകുന്ന അനേകം കുഞ്ഞു ജീവനുകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വായന പക്ഷാചരണത്തിന്റെ അക്ഷരങ്ങളിൽ എൻ്റെ നാട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ഇന്ന് ഈ തുടക്ക ദിനത്തിൽ തൻ്റെ വായനാ അനുഭവങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് വയനാടിൻ്റെ കരുത്തുറ്റ എഴുത്തുകാരനായ അർഷാദ് ബത്തേരിയാണ്. സ്നേഹത്തേക്കാൾ മികവുറ്റ മതമില്ലെന്നും ഓർമ്മയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയെന്നും പുസ്തകങ്ങളാണ് ഏറ്റവും വലിയ തിരിച്ചറിവും വെളിച്ചവുമെന്ന് എഴുത്തിലൂടെയും ജീവിത അനുഭവങ്ങളിലൂടെയും അടയാളപ്പെടുത്തിയ ഈ വയനാട്ടുകാരൻ വായനയെ വീണ്ടെടുക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഫലപ്രദമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാലത്ത് എഴുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ആർജവത്തോടെ പറയുന്നുണ്ട് ഇദ്ദേഹം. നമുക്കിടയിൽ കാണുന്ന ഇദ്ദേഹം അനുഭവങ്ങളാൽ തൊട്ടടുത്ത സാധാരണ ജീവിതങ്ങളെയും അതിൻ്റെ സൂക്ഷ്മവും വിശാലവുമായ ആവിഷ്കാരത്തിൻ്റെയും തനിമകളാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സ്കൂൾ പാഠ്യ പുസ്തകത്താളുകളിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും ഇടം നേടിയിട്ടുണ്ട്. അങ്ങനെ ഈ ബത്തേരിക്കാരൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്കൂൾ കുട്ടികൾക്കു കൂടി സുപരിചിതനായി മാറുകയാണ്. ഹൃദയത്തിൽ ചോര പൊടിയുന്ന വാക്കുകളാൽ രചനകൾ നടത്തുന്ന കഥാകാരന്റെ ആത്മകഥാംശങ്ങൾ പല കൃതികളിലും വായിച്ചെടുക്കാൻ കഴിയും. ചുറ്റുമുള്ള ജീവിതങ്ങളെ തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങളിൽ പലതും നമ്മെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ വായനാ ദിനത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അർഷാദ് ബത്തേരിയുടെ എഴുത്തനുഭവങ്ങൾക്ക് നമുക്ക് കാതോർക്കാം. ഓരോ എഴുത്തുകാരനും പല തലങ്ങളിലൂടെ വഴികളിലൂടെയാണ് എഴുത്തുകാരനാവുന്നത്. ചിലർ ഒരുപാട് കാലം എഴുതാതിരുന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുത്തുകാരായി നമ്മുടെ മുന്നിലേക്ക് വരികയും വലിയ അത്ഭുതങ്ങൾ അവരുടെ എഴുത്തിലൂടെ നമ്മെ കാണിക്കുകയും ചെയ്യും. മറ്റു ചിലരുണ്ട്, സ്വപ്നം കാണും, നടനാകാൻ സ്വപ്നം കാണുന്നത് പോലെ, നർത്തകനാകാൻ സ്വപ്നം കാണുന്നത് പോലെ, ഉദ്യോഗസ്ഥനാകാൻ സ്വപ്നം കാണുന്നത് പോലെ എഴുത്തുകാരനാവാൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ രണ്ടാമത് പറഞ്ഞതിലാണ് പെടുക എന്ന്. അങ്ങനെ പറയുമ്പോൾ അതും പൂർണ്ണമല്ല. കാര്യം, ഒരാൾ എഴുത്തുകാരനാവുന്നത് പലപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് അതേ തീവ്രതയിൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്ന ഒരു വേദന വരും. അല്ലെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചിലതിൽ നിന്ന് അതിജീവിക്കാനുണ്ട്, രക്ഷപ്പെടാനുണ്ട്. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിൽ നിന്ന്, സങ്കീർണതയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് രക്ഷപ്പെട്ട് പ്രതിരോധിക്കാനുണ്ട്. പരിഹസിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രതിരോധിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആ ആൾ ചിന്തിക്കും, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായി മനസ്സിലാകാൻ കഴിയുന്നില്ല എങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. മറ്റാരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാത്ത അതേ തീവ്രതയിൽ അവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ചിലർ എഴുത്തുകാരായിത്തീരും. അങ്ങനെ എഴുത്തുകാരായവരുടെ കൂട്ടത്തിലെ ഒരു ചെറിയ കണ്ണിയാണ് ഞാനെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എങ്ങനെയാണ് വലിയ ശബ്ദം നമ്മുടെ ഉള്ളിലില്ലാതെ, വലിയ കരുത്ത് നമ്മളിലില്ലാതെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മളെങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, പ്രതിരോധിക്കും എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ എഴുത്ത് എന്നെ സഹായിക്കുകയായിരുന്നു. ഞാനതിൽ അള്ളിപ്പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് എഴുതിയാൽ മാത്രം ജീവിതത്തിൽ ഒരുപാട് ആശ്വാസവും സന്തോഷവും ലഭിക്കുമെന്ന് തോന്നിയപ്പോൾ എൻ്റെ എഴുത്ത് ജീവിതം ആരംഭിച്ചു. ചെറിയൊരു വീട്ടിൽ നിന്ന് മണ്ണെണ്ണ വിളക്കിൻ്റെ പരിസരത്ത് നിന്ന് ഞാൻ എഴുതി. അന്ന് എഴുതിയ ആ കഥയിലെ ഒരു വാചകമുണ്ട്, മഴ സംഗീതമാകണമെങ്കിൽ, ഗസലുകളാകണമെങ്കിൽ തോരാത്ത വീടും മുടങ്ങാത്ത റേഷനും കിട്ടണമെന്ന്. വയൽ പ്രദേശത്തെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് മഴയെ സംഗീതമായോ ഗസലുകളായോ പ്രണയത്തിൻ്റെ അനുഭൂതി പകരുന്ന നനവായോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിമിഷത്തിൽ ഞാൻ എഴുതിയതായിരുന്നു ആ വാചകം. എന്നാൽ അതൊരു പൂർണ്ണമായ ശരിയോ വാദമായിക്കൊള്ളുന്നില്ല. മറ്റു ചിലർക്ക് മഴ പ്രണയത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അനേകം അനുഭൂതികൾ പകരുന്നുണ്ടാവും, അത് മറുവശം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. അക്ഷരങ്ങൾ എൻ്റെ ജീവവായു ആവുന്നത്. പിൽക്കാലത്ത് ജീവിക്കാനായി പുസ്തകങ്ങളും എഴുത്തും അത്തരം ജോലികളും എനിക്ക് സഹായമായി വന്നത്. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു.
പുസ്തക വായനയുടെ ആഴ്ചകൾ, മാസങ്ങൾ, വാരങ്ങൾ ഒക്കെയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. പുസ്തകം വായിക്കാനായി അങ്ങനെ ഒരു ദിനമുള്ളതിൽ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. എല്ലാ കാലത്തും വായിക്കാൻ കഴിയുന്ന കാലത്തൊക്കെ പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. പുസ്തകം വായിക്കുന്നവരൊക്കെ നടന്നു പോകുന്ന വായനശാലകളാണെന്ന് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അനേകം പുസ്തകങ്ങൾ വായിച്ചത് ഹൃദയത്തിൽ പേറി നടക്കുന്ന എല്ലാ മനുഷ്യരും നടന്നു പോകുന്ന വായനശാലകളാണ്. ഭൂതകാലത്തിൻ്റെ ഭാരം ചുമന്ന് ക്ഷീണിക്കുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ. ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ അതെത്ര മധുരമാണെങ്കിലും പിൽക്കാലത്ത് അത് നഷ്ടപ്പെട്ടുവല്ലോ എന്നൊരു സങ്കടവും അങ്ങനെ അനുഭവിച്ചല്ലോ എന്നൊരു സന്തോഷവും രണ്ടും ഭാരമായും ആശ്വാസമായും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരാൾ പുസ്തകം വായിക്കുമ്പോൾ ഒരു ലോകത്തെ സ്പർശിക്കുന്നു, ഒരു സംസ്കാരത്തെ സ്പർശിക്കുന്നു, ഒരു നാടിനെ, നാട്ടറിവിനെ, പ്രാദേശിക തനിമയെ, മിത്തുകളെ, രാഷ്ട്രീയത്തെ ഒക്കെ തിരിച്ചറിയുന്നു. ഭാഷയെ, നഷ്ടപ്പെട്ടു പോയ ഭാഷയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. പുസ്തക വായന എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഭൂഖണ്ഡത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. അത് എത്ര ചെറിയ പുസ്തകമാണെങ്കിൽ പോലും നമുക്കറിയാത്ത ദേശം, മനുഷ്യർ, സംസ്കാരമൊക്കെ. ചരിത്രത്തെയും മിത്തുകളെയും വേർതിരിക്കുക എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് പുതിയ കാലത്തെ വായനയിൽ. പുതിയ കാലത്തെ വായനയിൽ നിന്ന് ചരിത്രത്തെ വേർതിരിക്കണം. രണ്ടും രണ്ടാണ്. മിത്തിനെ ചരിത്രമാക്കുന്ന അപകടത്തെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചരിത്രം വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ വിചാരമാണ്, രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ വായനയിൽ ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ പാത എന്ന് പറയുന്നത് ചരിത്രത്തെയും മിത്തുകളെയും വേർതിരിച്ചുള്ള വായനയാണ്. അത്തരം ഗൗരവപ്പെട്ട പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നു, വായിക്കപ്പെടുന്നു, വായനാ വാരങ്ങൾ തുടരുന്നു. പുസ്തകം വായിക്കുന്ന മനുഷ്യരും പുസ്തകം കൊണ്ടു നടക്കുന്നവരും ഒക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരാണ്, സുഹൃത്തുക്കളാണ്, എൻ്റെ കുടുംബാംഗങ്ങളാണ്. എൻ്റെ എഴുത്ത് സ്വഭാവം അല്ലെ എഴുത്ത് അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ കഥയ്ക്കും ഓരോ അനുഭവങ്ങളാണല്ലോ. അതെല്ലാ എഴുത്തുകാർക്കും അങ്ങനെയാണ്. അവർ പലരും ചിന്തയിൽ നിന്ന് എഴുതുന്നവരുണ്ടാവും, അനുഭവങ്ങളിൽ നിന്ന് എഴുതുന്നുണ്ടാവും. ചിന്തയിൽ നിന്ന് എഴുതിയത് ചിലപ്പോൾ അനുഭവത്തെക്കാൾ ഭംഗിയായിരിക്കും. ചിലത് അനുഭവത്തിൻ്റെ ചൂടും ചൂരും നിറഞ്ഞതായിരിക്കും. അത് ആ എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പെൺകാക്ക എന്ന് പറയുന്ന ഏറെ വായിക്കപ്പെട്ട പെൺകാക്ക എന്ന കഥ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു കഥയാണ്. അതുപോലെ ഇപ്പൊ 2 മാസം മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ മാൻകുട്ടികൾ പുല്ല് തിന്നുമ്പോൾ പൂർണ്ണമായും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കഥയാണ്. എങ്ങനെയാണ് ഒരാളെ മനുഷ്യൻ ആക്രമിച്ച് അതിലെല്ലാവരും രഹസ്യമായി ആസ്വദിക്കുമ്പോൾ ഈ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ അനുഭവിക്കുന്നൊരവസ്ഥയുണ്ടാവും. ഈ രഹസ്യമായി എല്ലാം മനുഷ്യരും മറ്റുള്ളവന്റെ വേദന രഹസ്യമായി ആസ്വദിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അത് വളരെ ക്രൂരമാണ്. അത് പുറമേക്കല്ല എന്ന് പറയെങ്കിൽ ഉള്ളിൽ അവരതിങ്ങനെ ആസ്വദിക്കും വളരെ രസകരമായിട്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള അനുഭവങ്ങളിൽ നിന്നാണ് ആ കഥകൾ. പക്ഷെ ഇപ്പൊ ഈ ആഴ്ചത്തെ ദേശാഭിമാനി വീക്കിലിയിലെ എൻ്റെ വാസന തൈലം എന്ന് പറയുന്ന കഥ എൻ്റെ അനുഭവത്തിനല്ല, പക്ഷെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തുള്ളി കോരിയെടുത്ത് എഴുതിയ കഥയാണ്. ഇപ്പോൾ വളരെയേറെ ആളുകൾ അതിനെക്കുറിച്ച് റിവ്യൂ എഴുതുന്നു, ഫേസ്ബുക്കിലൊക്കെ റിവ്യൂ എഴുതുന്നത് കണ്ടു, വളരെ സന്തോഷം. അപ്പം എഴുത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു കാലത്ത് വീടില്ലാത്ത കാലത്ത് വാടക വീടുകളിലായിരുന്നു. ഇതൊക്കെ പലതവണ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീണ്ടും അത് പറയുന്നതിലൊരു മടിയുണ്ട്, ഒരു ചമ്മലുണ്ട്. അപ്പോൾ ഈ വാടക വീട് പലപ്പോഴും സുരക്ഷിതമല്ലാതെ എല്ലാവർക്കും അറിയാം. വീട് മനുഷ്യന്റെ ആദ്യത്തെ കോടതിയാണ്. ആദ്യത്തെ പുറത്താക്കലും ആദ്യത്തെ സുഹൃത്തും ആദ്യത്തെ ശത്രുവും ഒക്കെ വീട്ടിൽ നിന്നാണ് ഉണ്ടാവുക. പുറമെ എത്ര വേദനകളെ സഹിക്കാം. ഇതെല്ലാം സഹിച്ച് വീടിനകത്തെത്തുമ്പോൾ വീട് പുകഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് സഹിക്കാനാവില്ല. വീടിനെ കുറിച്ച് എഴുതിയ ഒരു കഥയായിരുന്നു കടലിന്റെ ആഴത്തിലേക്ക്. ആദ്യ കഥാസമാഹാരമായ DC ബുക്സ് പ്രസിദ്ധീകരിച്ച മരിച്ചവർക്കുള്ള കുപ്പായം എന്ന് പറയുന്ന പുസ്തകത്തിലെ കഥ. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് പലപ്പോഴും കഥകൾ ഉണ്ടായത്. പക്ഷെ അനുഭവത്തിൽ ഒരു നുണ അല്പം നമ്മൾ ചേർക്കും. കല പലപ്പോഴും, പ്രത്യേകിച്ച് എഴുത്തൊക്കെ, ഒരു വലിയ സത്യത്തിന്റെ പുറത്ത് ഒരു ചെറിയ നുണയോ ഒരു വലിയ നുണയുടെ പുറത്ത് ചെറിയ സത്യമോ ഒക്കെ മാറി മാറി നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോഴാണ് പലപ്പോഴും കഥയ്ക്കൊരു സൗന്ദര്യം ഉണ്ടാവും. ഒരു സത്യം അതുപോലെ പകർത്തിയാൽ ഒരുപക്ഷെ അത് കഥയാവില്ല. അതൊരു പത്ര റിപ്പോർട്ട് പോലെ അല്ല അനുഭവ വിവരണം പോലെയായി ചുരുങ്ങും. ഇപ്പൊ കഥയിലാവുമ്പോൾ അതിലൊരു മറ്റുള്ളവർക്ക് വേദനയില്ലാത്ത ചില നുണകൾ കഥയെഴുത്തിലുണ്ടാവും, സ്വാഭാവികം. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും പലർക്കും അറിയാമല്ലോ. 7ാം ക്ലാസ്സിൽ കേരള പാഠവലിയിൽ കുട്ടികൾ ഏതാണ്ട് ഒരു 10 വർഷത്തോളം കുട്ടികൾ പഠിച്ച ഒരു കഥയാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ചേർത്ത് വെച്ചാണ് ആ കഥ എഴുതിയത്. പക്ഷെ മീനുകൾക്ക് ആകാശവും പറവകൾക്ക് ഭൂമിയും എന്ന അർത്ഥത്തിൽ എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ സ്വപ്നങ്ങൾ കാണുന്നത് കുട്ടിക്കാലത്തായിരിക്കും. എല്ലാത്തിനോടും അതിമനോഹരമായ സങ്കല്പങ്ങളായിരിക്കും. അമ്പിളിമാമനെ തൊടുന്നത് പോലെ സ്വപ്നം കാണും. കടൽ കാണുമ്പോൾ അതിലൂടെ നടന്നു പോകുന്നത് പോലെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. അങ്ങനെ നിഷ്കളങ്കമായ ഒരു സ്വപ്നം കാണുന്നു. അപ്പൊ ആ കഥ എഴുതുമ്പോൾ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഒരു മനുഷ്യൻ എത്ര വലുതായാലും എത്ര പ്രായം വന്നാലും അവൻ്റെ ഉള്ളിൽ ഒരിക്കലും വളരാത്ത ഒരു കുഞ്ഞിനെ പോറ്റണം. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവണം, ഒരിക്കലും വളരാത്തൊരു കുഞ്ഞ്. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്കെപ്പോഴും സ്നേഹവും കരുണയും നിഷ്കളങ്കമായ സ്വപ്നങ്ങളും നിഷ്കളങ്കമായ സ്നേഹമൊക്കെ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുകയുള്ളൂ. അതൊരു വൃക്ഷത്തിൻ്റെ വേര് പോലെ നമ്മുടെ അകത്ത് കിടക്കണം. അതെങ്ങനെ ഒരു കൊടുങ്കാറ്റിലോ അല്ലെങ്കിൽ കനത്ത വേദനയിലോ അല്ലെങ്കിൽ കനത്ത നിസ്സഹായത്തിലോ ആ കുഞ്ഞ് മരിക്കാനോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിപ്പോകാനോ പാടില്ല. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ ശക്തമായിട്ടുണ്ടാവണം. വേര്, മണ്ണിൻ്റെ അടിയിൽ വേര് ഉറച്ചു നിൽക്കുന്നത് പോലെ. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് വന്നത്. ഇപ്പം മഹാനായ കലാകാരൻ ചാർലി ചാപ്ലിൻ്റെ ദ കിഡ് എന്നുള്ള സിനിമയെക്കുറിച്ച് നമുക്കറിയാം. കിഡ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട ഒരു സിനിമയാണ്. അതിമനോഹരമായ ഒരു ക്ലാസിക് സിനിമയാണ്. പക്ഷെ കിഡിലെ ആ നടൻ, കുട്ടിയെ അഭിനയിച്ച നടൻ 68ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. വലിയ നടനൊന്നും ആയില്ല, പിൽക്കാലത്ത് സീരിയലുകളിലൊക്കെ അഭിനയിച്ച് അങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോയി. പക്ഷെ അയാൾ 68ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ മക്കളും കിഡ് കാണുമ്പോൾ ആ കുട്ടിയായിട്ട് തന്നെ ആ സിനിമയിലുണ്ട്. അത് കലയുടെ ഒരു മാന്ത്രികതയാണ്. അതുപോലെ ഒരു നിഷ്കളങ്കത, ഒരു കുട്ടിത്തം നമ്മുടെ ഉള്ളിൽ എത്ര കാലം കഴിയുമ്പോൾ ഉണ്ടാവണം എന്ന ചിന്തയിൽ നിന്നാണ് മീനുകളുടെ ആകാശവും. അതുപോലെ മുതിർന്നവർ മതത്തിൻ്റെയും ജാതിയുടെയും സമ്പത്തിൻ്റെയും പേരിൽ മതിലുകൾ കെട്ടും, ഇപ്പോൾ പ്രത്യേകിച്ചും. പക്ഷെ കുട്ടികൾ അതൊക്കെ പൊളിക്കും. കുട്ടികൾ പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെടാനും സമ്മാനങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആ ഒരു സ്നേഹം പ്രാർത്ഥനയാകുന്ന നിമിഷമാണത്. കുട്ടികളിലാണ് സ്നേഹം പ്രാർത്ഥനയായിട്ടുണ്ടാവുന്നത്. എഴുത്തും പുസ്തകവും സാംസ്കാരിക പ്രവർത്തനവും സംഗീതവും ഒക്കെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഏറ്റവും മനോഹരമായൊരിടമാണ്. വയനാട്ടിൽ ഇപ്പോൾ ധാരാളം എഴുത്തുകാരികളുമൊക്കെ ഉണ്ട്. നല്ല പ്രതിഭാശാലികളായ എഴുത്തുകാരികളൊക്കെ ഇപ്പോൾ വയനാട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു തുറന്ന ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു സ്നേഹ സൗഹൃദം പലപ്പോഴും കാണാറില്ല. അത് ചിലരായിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ തുടരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതിലൂടെ ഒരു മാറ്റം വന്നാൽ വയനാട്ടിലെ എഴുത്ത് കൂട്ടായ്മകളും എഴുത്ത് സാംസ്കാരിക ഇടങ്ങളൊക്കെ വളരെ ശക്തമാകും. അതിന് കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. ഇത്തരം അഭിമുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം പുസ്തക പ്രകാശനങ്ങൾ കൊണ്ട്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട്, സാഹിത്യ ചർച്ചകൾ കൊണ്ടൊക്കെ അത്തരം ഒരു കൂട്ടായ്മകൾ, സ്നേഹ സൗഹൃദങ്ങൾ, വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹ സൗഹൃദങ്ങൾ അനിവാര്യമാണ്. മനുഷ്യൻ മതമായും ജാതിയായും രാഷ്ട്രീയം കലർന്ന മതമായും ഒക്കെ വിഭജിക്കുന്ന ഒരു കാലത്ത് അതിനാദ്യം മറ്റൊരാൾ നമ്മുടെ നാട്ടിലുള്ളവരെയും പരസ്പരം അംഗീകരിക്കുക, അവരെക്കുറിച്ചും നല്ലത് പറയുക, പൊതു ഇടങ്ങളിൽ, സ്വകാര്യമായല്ല പൊതു ഇടങ്ങളിൽ നല്ലത് പറയുക എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന പലപ്പോഴും നല്ലതായിരിക്കും തോന്നുന്നു. എനിക്കിത് പറയാൻ പറ്റും. ഞാൻ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ പല നമ്മുടെ നാട്ടിലെ എഴുത്തുകാർക്കും എന്നാൽ കഴിയുന്ന വിധമുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് പറയുന്നില്ല, കാരണം അവസരം ഒരുക്കി കൊടുത്ത് വലിയൊരു അവസരങ്ങളൊന്നുമല്ല ഒരുക്കി കൊടുത്തത്. മാത്രമല്ല അത് പേര് പറയാനും പാടില്ല. അപ്പം അത്തരം ഒരു ഇടങ്ങൾ, അത്തരം ഒരു കൂട്ടായ്മകളൊക്കെ ഇത്തരം വായനയുടെയും ചർച്ചയുടെയും സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും ഭാഗമായിട്ട് ഉണ്ടാവുന്നത് ഒരു പുതിയ വെളിച്ചമായിരിക്കും. അത്തരം കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാവണം. അതിൻ്റെ ഒരു കുറവുണ്ട്. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 20 മലയാള സാഹിത്യത്തെ എഴുത്തിൻ്റെ മാന്ത്രികതയാൽ ധന്യനാക്കിയ സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം എന്ന കൃതിയെ എഴുത്തുകാരനും അധ്യാപകനും ഗ്രന്ഥശാല പ്രവർത്തകനുമായ ശശി വെള്ളമുണ്ട അവതരിപ്പിക്കുന്നു. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 6ാമത് ഊഴം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്.
നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി കെ.